ഹായ് ഫാരിസാണ്. ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് വന്ന് നോക്കിയപ്പോൾ കണ്ടത് കുതിരാടത്ത് പുലി ഇറങ്ങിയെന്നാണ്. പുലി ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് പുലിനെ കാണുന്നത്. എല്ലാ കൊല്ലം പുലി ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ അത് എലിയായി പോലാണ്. പുലി ഏതായാലും 7 ആടുകളെ ശരിയാക്കിക്കണം. രാവിലെ തന്നെ കുളിച്ചാൻ തീരുമാനിച്ചിരിക്കണം ഞാൻ. അപ്പോഴാണ് ഈ വത്തക്കന്റെ ഹെയർ ഓയിൽ കണ്ടത്. വത്തക്കന്റെ ഹെയർ ഓയിൽ ആയിട്ടും അയിമ വത്തക്കന്റെ ഫോട്ടോ അല്ല, വെളുത്തുള്ളിന്റെയും ആര്യവേപ്പിന്റെ പിന്നെ വേറെ ഏതൊരു പൂവിന്റെ ഫോട്ടോ ആണ് അയിമല്ലത്. മെയ്ഡ് ഇൻ എബ്രോഡ് ആണ്, അതായത് ഗൾഫിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോഴാണ് ഉജാലിന്റെ ബാക്കുമ്പോൾ സ്കാനർ കണ്ടത്. അത് സ്കാൻ ചെയ്താൽ 1 ഗ്രാം ഗോൾഡ് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ മൊബൈൽ എടുത്ത് കാണുന്നത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഇതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കണമെന്നാണ്. ഇനി വല്ല സ്കാനിങ് സെന്ററിലും കൊണ്ടുപോയാൽ കിട്ടുമോ? ഇന്ന് പെങ്ങൾ സ്കൂട്ടി എടുക്കാൻ പോയിക്കുന്നത്, അതായത് എന്റെ മുത്തമ്മാന്റെ മകള് സ്കൂട്ടി കൊണ്ടുവരാൻ പോലെ ഫാമിലിത്തെ എല്ലാവരും പോയിക്കണം. ഓളിന്റെ മതിരി കവിയും കൂടിയാണ്. വണ്ടിന്റെ മുന്നിലാണെങ്കിൽ റിബൺ കൊണ്ട് ഒരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കണം. മാഷാ അല്ലാ, ഓളെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. നോമ്പും കാലത്ത് നല്ല ഈമാലിലൊരു വണ്ടിയാണ് എടുത്തേക്കണം. ചിലപ്പോൾ ഞാൻ കടിക്കോ, ഇതാണ് ഇട്ടപ്പാട് കുളം. ഇതിൽ ചിലപ്പോൾ നിറച്ച് അട്ടപ്പാട് ഉണ്ടാവില്ല. സൂര്യൻ ഭയങ്കര ചൂടിലാണെന്നാ തോന്നുന്നത്. സൂര്യൻ ചൂടാണെങ്കിലും ഞാൻ കൂളാണ്. ഒരു മഞ്ഞ വത്തക്കും ഒരു മഞ്ഞ പൈനാപ്പിളും വാങ്ങി. പൈനാപ്പിൾ പിന്നെ കറുപ്പുണ്ടാവില്ലല്ലോ. ഇത് കണ്ട് വെള്ളരിക്കാണ് പറയാവോ. ആ നേരത്തെ ചപ്പാത്തി കമ്പനി പോയി കണ്ട് കുറച്ച് പൊറാട്ട വാങ്ങി. പൊറാട്ട വാങ്ങിയപ്പോൾ അമ്മായി വിളിച്ചു അമ്മായിക്കും പൊറാട്ട ആണ് പറഞ്ഞു. അമ്മായിക്കും വാങ്ങി പൊറാട്ട. പെരിയിലെത്തിയപ്പോൾ ഇന്ന് പത്തിരിയുണ്ട്, പോരാത്തിന് മൈസൂർക്കായ ഉണ്ട്. കോട്ടയം ഭാഗത്തൊക്കെ ഇതിന് പാളയക്കോട് എന്നാ പറയുക. ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ടാങ്ക് അവിടുത്തെ ടാങ്കിൽ അത്ര രസം ഉണ്ടാവില്ല. അത് തണാവോ വെള്ളം നിറക്കുന്ന ടാങ്ക് അല്ല കേട്ടോ, ഓറഞ്ച് വെള്ളം ഉണ്ടാക്കുന്ന ടാങ്ക്. ഏതായാലും ഞാനൊരു ജഗ് എടുത്ത് കണ്ടതിൽ കുറച്ച് ടാങ്ക് വെള്ളം ഉണ്ടാക്കി. അവൻ ചേട്ടാ എന്താ രസമല്ലോ. പിന്നെ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി കൊണ്ടുകൊണ്ടായിരുന്നു. ഇന്ന് മഞ്ഞ വത്തക്ക എടുത്തില്ല, കാരണം വേറെ വത്തക്ക ഉണ്ടായിന് അവിടെ. ഏരായപ്പോ പിന്നെയും കടയിൽ പോയി. കടിയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് രാവിലെ ആടുകളെ കൊന്ന പുലിനെ പിടിച്ചിരിക്കുന്നത്. പുലി കെണിയിലായിക്കണെന്നാ പറഞ്ഞു. പുലിനെ കാണാൻ വലിയ സമ്മേളനത്തിനും വരുന്ന വതിരിയാണ് ആൾക്കാർ വന്നത്. വന്നോൽക്കട്ടെ തിരിച്ചു പോകാനും കജ്ജനില്ല, അവിടുന്ന് അങ്ങോട്ട് വരാനും കജ്ജന. അങ്ങനത്തെ അവസ്ഥയാണ്. ഏതായാലും പുലി പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിക്കണം. ഇതാണ് ഇപ്പൊ ആ കൂട്ടിലായ പുലി. ഏകദേശം 8 വയസ്സുള്ള ആൺപുലിയാന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുലിന്റെ കൂടെ ടാർപ്പായിട്ട് കണ്ട് മൂടിക്കണം. വന്നവർക്ക് ടാർപ്പായി കാണാനാ കജ്ജുള്ളൂ, പുലിനെ കാണാൻ കജ്ജൂല. അങ്ങനെ പുലിനെ ഫോറസ്റ്റിക്ക് തുറന്നു വിടാൻ കൊട്ടജീപ്പിൽ കൊണ്ടുപോയി. പുലി എഴുതിണ്ടാവും ഞാൻ ഏത് പഞ്ചായത്തേക്ക് പോയാലും തൃക്കലങ്കോട് പഞ്ചായത്തേക്ക് പോരാ. അത്രക്കും ആൾക്കാരാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. ബാക്കി മറ്റന്നാൾ.